വൃത്തി പോകുന്നുണ്ടല്ലോ. സാമുവൽ മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, ഞാൻ വിളിക്കാം. അല്ല, അഖിൽ തന്നെ വിളിക്കട്ടെ, എങ്കിലേ ഡീറ്റെയിൽസ് പെട്ടെന്ന് പറയാൻ പറ്റൂ. സ്പീക്കറിൽ. ഹലോ അഖിൽ. പൃഥ്വി മൂവ് ചെയ്യുന്നുണ്ട്. സാമുവലിന്റെ ഡീറ്റെയിൽസ് വ്യക്തമല്ല, എന്നാലും മൂവ്മെന്റിൽ തന്നെയാണ്. കുട്ടേട്ടനും അക്ഷരയും പൃഥ്വിയെ ഫോളോ ചെയ്യുക. ഒപ്പം സാമുവലിനെയും അഖിലെ ട്രാക്ക് ചെയ്തോണം. ഓക്കെ. ഞങ്ങളിപ്പോ തന്നെ ഇറങ്ങാണ്. ഓക്കെ, ഇറങ്ങിക്കോളൂ. ഓക്കെ ജെഡി, എന്താണെങ്കിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എന്താ? വാ. എന്നാ നമുക്ക് ഇറങ്ങാം. എന്നാ നിങ്ങൾ ബാക്കി കാര്യം നോക്കും. ഓക്കെ, മൂവിംഗ് ആണ്, നമുക്ക് നോക്കാം. പൃഥ്വിയും സാമുവലും മൂവിങ്ങിലാണെങ്കിൽ അവര് മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവര് മീറ്റ് ചെയ്യുന്നുവെങ്കിലേ അതിനർത്ഥം അവര് വിഗ്രഹങ്ങൾ ഷിപ്പ് ചെയ്യാൻ പോകുന്നു എന്നാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും പൃഥ്വിയെ ഫോളോ ചെയ്താ നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാനാകും. അക്ഷരയും കുട്ടേട്ടനും അത് കൃത്യമായിട്ട് ചെയ്തോളും. എങ്ങനെയായാലും ആ വിഗ്രഹങ്ങൾ ഒന്നും നഷ്ടപ്പെടരുത്. അത് നമുക്ക് തിരിച്ചെടുത്തേ പറ്റൂ. ഇതുവരെ മോഷ്ടിക്കപ്പെട്ടത് 4 വിഗ്രഹങ്ങളാ. ജോർജ് സാറ് പറഞ്ഞ വിവരങ്ങൾ വെച്ച് 5 വിഗ്രഹങ്ങൾ അവർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ വിഗ്രഹം ഇന്നവരെടുക്കും. ഇവിടത്തെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം അടക്കം അവരുടെ കയ്യിലാ. അത് മോഷ്ടിക്കാൻ പൃഥ്വിയും കൂട്ടുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എല്ലാം തിരിച്ചെടുത്ത് യുവമാരെല്ലാം ജയിലിലാക്കിയാലേ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇന്ന് നമുക്കതിനുള്ള അവസരം കിട്ടും. അതിനുവേണ്ടിയല്ലേ കിരൺ നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത്.